ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ബേസിക് കൺസെപ്റ്റിലുള്ള മാറ്റർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലടാ. ഇനി ആ ഒരു മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ടേമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മെഷർമെൻ്റ് ആണ്. ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദെയർ മെഷർമെൻറ്റ്. പ്രോപ്പർട്ടീസ് മെയിനായിട്ട് രണ്ട് രീതിയിലാണ്. എത്ര രീതിയിലാണ്? രണ്ട് രീതിയിൽ അല്ലടാ. അതിലന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്, രണ്ടാമത്തത് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം അല്ലേ, ഒരു ചെറിയ മോൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ എന്താണ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാൻ പറ്റൂലേ? നിങ്ങൾക്ക് പറയാൻ യെല്ലോ കളർ, അതേപോലെ വൈറ്റ് ബ്ലൂ ഷൂസ് ആണെന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് ചില പ്രോപ്പർട്ടീസ് ഇവരെ പുറത്തുനിന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്തരം പ്രോപ്പർട്ടീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എന്താ വിളിക്കുക മക്കളെ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ശ്രദ്ധിച്ചോ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് മെഷേർഡ്, ഒന്നെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ മെഷേർഡ് അല്ലെങ്കിൽ ഒബ്സർവ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഐഡന്റിറ്റി ഓർ കോമ്പോസിഷൻ. അതായത് ഈ കോമ്പൗണ്ടിന്റെ കോമ്പോസിഷനിൽ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല, അല്ലാതെ നമ്മൾ നോക്കി കാണുന്നതാണ്. അപ്പോൾ അങ്ങനത്തതാണ് കളറ്, സ്മെല്ല്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഏതാ? ഇനി കോമ്പോസിഷനിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാൻ പറ്റും കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് പറയാം മെഷർമെൻറ്റ് ഓർ ഒബ്സർവേഷൻ ഓഫ് എ കെമിക്കൽ ചേഞ്ച്. ഒരു കെമിക്കൽ ചേഞ്ച് വന്നിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അയാളുടെ കോമ്പോസിഷൻ, അതേപോലെ അയാൾ കത്തുന്ന സമയത്ത് കമ്പഷബിലിറ്റി, മൂന്നാമത്തത് റിയാക്ടിവിറ്റി വിത്ത് ആസിഡ് ആൻഡ് ബേസ്, ആസിഡുമായിട്ടും ബേസുമായിട്ടും ഒക്കെ ഉള്ള റിയാക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി, അതേപോലെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രോപ്പർട്ടീസ് അതിൻ്റെ മെഷർമെൻറ്റിലേക്ക് നമ്മൾ പോവാണ്. സോ നെക്സ്റ്റ് വൺ, ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കണം. ഇവിടെ രണ്ട് ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്? ആദ്യത്തെ ഫിഗർ, ഈ ഫിഗർ ഇതാ ഫിഗർ 1. ഇതിലെന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഒരാൾ ഒരു ചെറുതിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഹൈറ്റ് മെഷർ ചെയ്യാം. സപ്പോസ് നിങ്ങൾ ഇന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ടാവും. ഹൈറ്റ് നമ്മൾ മീറ്ററിലല്ലേ മെഷർ ചെയ്യുക? അതൊരു ലെങ്ത്താണ് അല്ലേ? ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇതൊക്കെ നമ്മൾ മീറ്ററിലാണ് എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. ഇനി അതേ സമയത്ത് ഈ രണ്ടാമത്തെ ഫിഗർ നിങ്ങൾ നോക്ക്. രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? രണ്ടാമത്തെ ഫിഗറിന് പ്രത്യേകത എന്താ? രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് വെയിറ്റ് ആണ് മെഷർ ചെയ്യുന്നത്, ഭാരമാണ് അളക്കുന്നത്. അപ്പോൾ ഓരോന്നും ഓരോരോ യൂണിറ്റിലാണ് അല്ലേ? എനിക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 175 സെൻറ്റിമീറ്റർ ഉണ്ട് എന്ന് പറയും, 1.75 മീറ്റർ ഉണ്ട് എന്ന് പറയും അല്ലേ? അല്ലാതെ 1.75 കിലോഗ്രാം ഉണ്ട് എന്നാണോ ഞാൻ പറയാ? അല്ല, വെയിറ്റ് നമ്മൾ കിലോഗ്രാമിലാണ് മെഷർ ചെയ്യുക ആണോ? സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് 500 ഗ്രാം വെളിച്ചെണ്ണ എന്നാണോ നമ്മൾ പറയാ? 500 ml വെളിച്ചെണ്ണ എന്നല്ലേ നമ്മൾ പറയാ? ആണ്. അല്ലെങ്കിൽ 500 ml അരി എന്ന് നമ്മൾ പറയോ? ഇല്ല, അവിടെ നമ്മൾ എന്താ പറയാ? 500 ഗ്രാം അരി തരി എന്നല്ലേ പറയാം. അപ്പോൾ അതായത് ഓരോന്ന് വെയിറ്റിൽ മെഷർ ചെയ്യുന്നുണ്ട്, ലെങ്ത് മെഷർ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല പ്രോപ്പർട്ടീസും പല യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുക അല്ലടാ? അതെ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസിന്റെ മെഷർമെന്റ് അത് ഓരോ കേസിൽ ഓരോ രൂപത്തിലാണ്. അങ്ങനെ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് SI സിസ്റ്റം. എന്താ വിളിക്കാം? SI സിസ്റ്റം. ആ SI സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ 7 ബേസ് യൂണിറ്റുകളാണുള്ളത്. 7 ബേസ് യൂണിറ്റുകളുള്ള സിസ്റ്റമാണ് SI സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഈ ഒരു SI സിസ്റ്റത്തിൽ 7 ബേസിക് യൂണിറ്റ് ആണ്. ഒന്നാമത്തേതാണ് ലെങ്ത്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക L എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, M എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കാണിക്കുക. രണ്ടാമത്തേത് മാസാണ്. രണ്ടേതാണ് മാസ്. മാസ് നമ്മൾ M എന്ന് കാണിക്കും, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, kg എന്നാണ് നമ്മൾ കാണിക്കുക. മൂന്നാമത്തേത് ഏതാ? ടൈമാണ്. ടൈം നമ്മൾ സെക്കൻഡിലല്ലേടാ പറയാ? സെക്കൻഡ്. S ആണ് അതിൻ്റെ SI സിമ്പിൾ, SI യൂണിറ്റ്. അതങ്ങനെയാണ് നമ്മൾ കാണിക്കുക, സിമ്പിൾ കാണിക്കുക. ദെൻ നാലാമത്തേത് ഇലക്ട്രിക് കറണ്ട്, I. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അഞ്ചാമത്തേതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കെൽവിനിലാണ് നമ്മൾ പറയാ. K എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ K എന്ന് പറയുന്നതാണ് അതിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾ കെൽവിൻ എന്ന് നമ്മൾ പറയും. ദെൻ ആറാമത്തേത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, സിമ്പിൾ എന്ന് പറയുന്നത് മോൾ ആണ്. റെഡി? ദെൻ 7th വൺ ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ യൂണിറ്റ് ആണ് കാൻഡില. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക CD എന്നാണ്. അപ്പോൾ ഇങ്ങനെ 7 ബേസ് യൂണിറ്റുകളാണുള്ളത്. ഈ ഓരോ ബേസ് യൂണിറ്റുകളെയും നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയും. ഇതിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്യുന്ന, പുതുതായിട്ട് നിർമ്മിച്ചെടുക്കുന്ന യൂണിറ്റുകളുണ്ട്. അയാൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. എന്താ വിളിക്കുക? ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. സപ്പോസ് നിങ്ങളോട് ഞാൻ പറയാണ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. ആണോ? ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്.
ഇനി ഞാൻ ലെങ്ത്തിൽ നിന്നും ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അവിടെ ലെങ്ത് നമ്മൾ മീറ്ററിലാണ് മെഷർ ചെയ്യുക, ബ്രെഡ്ത്തും നമ്മൾ മീറ്ററിലാണ് മെഷർ ചെയ്യുക. സോ ഏരിയൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഈ ഒരു ബേസ് യൂണിറ്റിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലുള്ള ഓരോരോ ടേംസ് നമ്മൾ 1 by 1 ആയിട്ട് നോക്കുകയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് മാസ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. അപ്പോൾ ഇതിനൊരു മാസ് ഉണ്ടാവും, അതായത് ഇത് അടങ്ങിയിട്ടുള്ള എമൗണ്ട്, അതിനാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുക. ഇനി ഇതേ ഒരു ബോഡി, ഈ ബോഡി നമ്മളൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റും. ഇയാളെ എമൗണ്ടിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മാസ്, അത് ഞാൻ എം എന്നാണ് കാണിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ബോഡിയിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അയാളുടെ മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിറ്റ്. റെഡി? ഇപ്പോൾ സപ്പോസ് ഞാൻ നിങ്ങളോട് പറയാണ് ഇതിൻ്റെ വെയിറ്റ് 80 കിലോഗ്രാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇയാൾക്കൊരു മാസ് ഉണ്ട്, ആ മാസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ ആ ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് നമുക്ക് 80 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മാസ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവുള്ളൂ, 80 ഉണ്ടാവുള്ളൂ. ഇയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 80 ആയിരിക്കും. അപ്പോൾ അതാണ് മാസിലും വെയിറ്റിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ അടുത്തൊരു പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുള്ളത് വോളിയമാണ്. ഏതാണ്? വോളിയം. എടാ എന്താണ് ഈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് അല്ലേ. ഈ ഒരു സബ്സ്റ്റൻസ് ഇയാൾക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ്, അതിനാണ് നമ്മൾ വോളിയം എന്ന് പറയാം. വോളിയം നമ്മൾ പല യൂണിറ്റിൽ പറയും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യൂബ് കാണാം. അതിലുള്ള ചെറിയൊരു ഭാഗം ഞാൻ എടുത്തതാണ് ദാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. റെഡി? അപ്പോൾ ആ ഒരു ക്യൂബിനെ ഞാൻ ഇവിടേക്ക് ഒന്ന് കാണിക്കുകയാണ്. ദാ ഈ ഒരു ക്യൂബ് ശ്രദ്ധിച്ചോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്യൂബ് എടുക്കുന്നു. ഈ ഒരു ക്യൂബ്, ഈ ഒരു നീളം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. റെഡി? അപ്പോൾ ഇയാളുടെ നീളം 1 സെൻറ്റിമീറ്റർ ആണ്. ഇതല്ലേ ഇയാളുടെ വീതി എന്ന് പറയുന്നത്, അത് 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതല്ലേ അയാളുടെ ഉയരം എന്ന് പറയുന്നത്, അത് എത്ര സെൻറ്റിമീറ്റർ തന്നെ? 1 സെൻറ്റിമീറ്റർ തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളുടെ വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഇയാളുടെ വോളിയം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, വോളിയം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ആ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് മക്കളെ നമ്മൾ പറയാ 1 ml. അതായത് 1 സെൻറ്റിമീറ്റർ നീളം, 1 സെൻറ്റിമീറ്റർ വീതി, 1 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു ക്യൂബിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ അളവാണ് 1 ml എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയുള്ള 1000 ml നമ്മൾ പറയുന്ന പേരാണ് 1 ലിറ്റർ. എന്താ വിളിക്കുക? 1 ലിറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു 1000 ml എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഇറ്റ് ഈസ് 1 ലിറ്റർ എന്ന് വരും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ദെൻ 10 സെൻറ്റിമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 ഡെസിമീറ്റർ എന്ന് പറയുന്നത്. 10 സെൻറ്റിമീറ്റർ ആണ് അത്ര 1 ഡെസിമീറ്റർ. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എഴുതിക്കൂടെ? ഈ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസിമീറ്റർ ആണ്. ഈ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതും ഒരു ഡെസിമീറ്റർ ആണ്. ഈ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതും ഒരു ഡെസിമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 1 ഡെസിമീറ്റർ ഇൻറ്റു 1 ഡെസിമീറ്റർ ഇൻറ്റു 1 ഡെസിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറയാം. അതായത് ഇവിടുന്ന് എനിക്ക് എന്തെന്ന് തന്നെ എഴുതാൻ പറ്റും? 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡെസിമീറ്റർ ക്യൂബാണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വോളിയം എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്.
ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു കൺവേർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് വോളിയത്തിൻ്റെ ടൈമിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി വോളിയത്തിൻ്റെത് കഴിഞ്ഞാലോ, നമ്മൾ മാസും പഠിച്ചു, വോളിയവും നമ്മൾ പഠിച്ചു അല്ലേ? മാസും വോളിയവും പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ മാസ് ബൈ വോളിയം. മാസ് എന്ന് പറയുന്നത് എം ആണ്, വോളിയം എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ മാസ് ബൈ വോളിയം അതിൻ്റെ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണടാ ഡെൻസിറ്റി. എന്താ വിളിക്കുക? ഡെൻസിറ്റി. സോ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ക്ലിയർ? ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണെടാ മാസിൻ്റെ യൂണിറ്റ്? മാസ് നമ്മൾ എന്തിലാണ് മെഷർ ചെയ്യുക? യെസ്, കിലോഗ്രാം അല്ലേ? വോളിയം അപ്പം ഞാൻ പറഞ്ഞു എന്ത്? മീറ്റർ ക്യൂബ് ആണല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഇനി ഈ മീറ്റർ ക്യൂബിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കിലോഗ്രാം മീറ്റർ റേസ് ടു -3 എന്ന് പറയാൻ പറ്റും. ഇനി ഇത് ചെറിയ യൂണിറ്റിലാണ് പറയുന്നതെന്നുണ്ടെങ്കിലോ കിലോഗ്രാമിന് പകരം എനിക്ക് എന്ത് പറയാം? ഗ്രാം. മീറ്ററിന് പകരം ഏതാ പറയാ? ഏതാ പറയാ? സെന്റിമീറ്റർ. അപ്പോൾ ഗ്രാം സെന്റിമീറ്റർ റേസ് ടു -3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളതാ? ഡെൻസിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? മാസ് പഠിച്ചു, വെയിറ്റ് പഠിച്ചു, വോളിയം പഠിച്ചു, മാസ് ബൈ വോളിയം, ഡെൻസിറ്റി പഠിച്ചു. ഇനി ഒന്നും കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് ടെമ്പറേച്ചർ. ഏതാണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മുടെ കയ്യിൽ 3 സ്കെയിലുകളാണുള്ളത്. ഒന്നാണ് കെൽവിൻ സ്കെയിൽ. ഒന്നാമത്തേത് ഏതാണ്? കെൽവിൻ സ്കെയിൽ. ശ്രദ്ധിച്ചോ, ഒന്നാമത്തേതാണ് കെൽവിൻ സ്കെയിൽ. രണ്ടാമത്തേത് സെൽഷ്യസ് സ്കെയിലാണ്. മൂന്നാമത്തേത് ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഈ 3 സ്കെയിലുകളും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ കെൽവിൻ സ്കെയിലും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ന് വിചാരിക്കുക. നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ തന്നു, കെൽവിനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കെൽവിനിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ +273.15 ആയിരിക്കും. ഇനി അതേ സമയത്ത് നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിൽ തന്നു, എന്നിട്ട് ഫാരൻഹീറ്റിൽ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ റിലേഷനാണ് ഡിഗ്രി ഫാരൻഹീറ്റ് = 9/5 ഡിഗ്രി സെൽഷ്യസ് +32 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതിൽ ഓരോരോ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് വരുന്നത് എന്നുള്ളത് ഈ സ്കെയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കെൽവിൻ സ്കെയിലിൽ നോക്കുമ്പോൾ 273.15 ആണ്. അപ്പോൾ ആ കിട്ടുന്നത് രണ്ടും ശരിയാണോ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ആ റിലേഷനിൽ കൊടുത്തു നോക്കിയാൽ പോരെ. അപ്പോൾ ഞാൻ ആ റിലേഷനിൽ കൊടുക്കാൻ പോവാണ്. എൻ്റെ കയ്യിലുള്ള റിലേഷൻ ഇതാണ്. കെൽവിനിലെ ടെമ്പറേച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചറിൻ്റെ കൂടെ ഞാൻ 273.15 ആഡ് ചെയ്യണം. റെഡി? അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആ 0 ഡിഗ്രി സെൽഷ്യസിനോട് 273.15 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏതിലുള്ളത് കിട്ടും? കെൽവിനിലുള്ളത് കിട്ടും. സോ ഇവിടെ എനിക്ക് കിട്ടും എത്രയാ? 273.15 കെൽവിൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കെൽവിൻ ആണ് എന്ന് ചോദിക്കാം. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിൻ ആണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഡിഗ്രി സെൽഷ്യസിൽ എത്ര കൊടുക്കണം? 100 കൊടുക്കണം. അപ്പോൾ നമുക്ക് കെൽവിനിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിൽ നമുക്കുള്ളത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 273.15 അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 273 എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടുക? ടോട്ടൽ 373 എന്ന് കിട്ടും. അപ്പോൾ കെൽവിൻ 373 ആണ്. നോക്കിക്കോ, കറക്റ്റ് അല്ലേ? 100 ഡിഗ്രി സെൽഷ്യസ് അതെന്ന് പറഞ്ഞാൽ 373 കെൽവിൻ ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ഡിഗ്രി ഫാരൻഹീറ്റും മറ്റും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ഫാരൻഹീറ്റിലുള്ളത് 9/5 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ +32 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മൾ ആ ഡിഗ്രി സെൽഷ്യസിന് പകരം എത്ര കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്ക്. ഡിഗ്രി ഫാരൻഹീറ്റിലുള്ളത് നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആണോ? ആണ്. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ എടുത്തുള്ളത് 9/5 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 0 ഡിഗ്രി ആയതുകൊണ്ട് ഞാനത് കൊടുത്തു. +32 അല്ലേ? അപ്പോൾ ഈ ടേം മൊത്തത്തിൽ എന്തായിപ്പോയി? ഈ ടേം മൊത്തത്തിൽ 0 +32. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിഗ്രി ഫാരൻഹീറ്റിൽ നോക്കുമ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ് കറക്റ്റാണ്.
32 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ചെയ്യൂലേ? ഒന്നാമത്തതിൻ്റെ ചോദ്യം 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റാണ്? രണ്ടാമത്തത്, ഇതൊന്നാമത്തെ ചെയ്യാനുള്ള കേട്ടോ. രണ്ടാമത്തത് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കെൽവിനാണ്? മൂന്നാമത്തതിൻ്റെ ചോദ്യം 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കെൽവിനാണ്? നാലാമത്തെ ചോദ്യം 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റാണ്? അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ചെയ്യൂലടാ? ചെയ്ത് നോക്കൂലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.